വെൽക്കം ബാക്ക് എവ്രി വൺ. നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്ന അലസാ റൂം എന്നുള്ളൊരു ഡേ ക്ലബ്ബാണ്. ബാലി പ്ലാൻ ചെയ്യുന്ന എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും അലസാ റൂം എന്നൊരു ഡേ ക്ലബ്ബ്. നമ്മളൊരു ദിവസം മുഴുവനും അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ അലസാ റൂം നമ്മൾ മുടക്കുന്ന കാഷിന് വോർത്താണോ, ഈ അലസാ റൂമിലുള്ള ബാലി സ്വിങ് ഒരു സ്കാം ആണോ, അല്ലെങ്കിൽ നമുക്കിത് ലാഭമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. Hello. Hello. Pleasure. Hi, first time. Did you make a booking before? No. Okay, that's fine. You can buy the entrance ticket here. But do you need ticket with swimming pool access or no, sir? No, it's just a walk. Alright, so that can because you only 50,000 per person. With this ticket, you can access our rice field, coffee plantation, and restaurant. Any other purchase like food, coffee, and swings, they'll charge per inside. Okay. Our swing actually they're still working right now, but our photographer they are closed because the weather almost dark. And just in case when go to our club and swimming pool area, you need to pay extra ticket, 100,000 more per person. Okay. And the last thing, actually right now our rice plant there's already harvested, so the view is not really green. Is it fine? That's fine. Thank you. See you around here. Thank you. You can buy ticket on the left. Walk-in purchase. That's it? Thank you. See you later. Yeah. Have a nice day. This way. Yes, of course. Hello, namaste. Okay, thank you so much. You can give it the receipt. Okay, can I help use the bracelet? Excuse me, your hands on. Thank you so much. Please take care for looking around, yeah? Subarika. DD Lakshmi, 10,000 rupees. സ്റ്റെപ്പില്ലാത്തൊരു സ്ഥലമില്ല. Passion fruit is my favorite. നല്ലോണം വരുമല്ലോ. അല്ല, വാക്ക് കോഫിയുടെ സാമ്പിൾ തന്നെയാണല്ലോ ഇരിക്കുന്നത്. Great. You want to go into the rice field or see the process of the coffee first? Oh, Just looking around. No. she'll just Just looking around first. You can go in from here. ഇവിടുന്ന് കൃത്യം ഈ ബാലി ടൂർ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് ഹണിമൂൺ കപ്പിൾസ് ആണ്. അപ്പോൾ ഈ ഹണിമൂൺ കപ്പിൾസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ബാലി സ്വിങ് എന്നുള്ള അത് വളരെ ടൂറിസ്റ്റി ആയിട്ടുള്ള ആ ഒരു കാര്യവും ബാലിനീസ് പീപ്പിൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഈ കപ്പിൾ സ്വിങ് അല്ലാതെയുള്ളത് ഒരുപാട് വെറൈറ്റിയിൽ ഒരുപാട് ഹൈറ്റിൽ അങ്ങനെ ഒരുപാട് സ്വിങ് ഉണ്ട്. അപ്പോൾ ഈ സ്വിങ്ങിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ അലസാറും നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുൻപേ റേറ്റ് അറിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ കത്തിയാണ്
ഈ ബാലി സ്വിങ് എന്ന് പറയുന്ന ഒരു സംഗതി. ബാലി സ്വിങ്ങിന് വേണ്ടി തന്നെ ഒരുപാട് പേര് അവിടെ ക്യൂ നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു. നമുക്കത് വഴിയെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് ഈ അലസ്ഹറൂം ബാലി. ഇവൻ്റെ എൻട്രി ടിക്കറ്റ് 2 ടൈപ്പാണുള്ളത്. ഒന്ന് 50,000 IDRൻ്റെയാണ്. 50,000 IDRൻ്റെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഇത് ബാലി സ്വിങ്ങിനാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, പല ടൈപ്പിൽ പല ഹൈറ്റിൽ കപ്പിൾ സ്വിങ്, അതല്ലാതെയുള്ള പിന്നെ ഇവിടെ ഡ്രസ്സ് വാടക കിട്ടും. അപ്പോൾ ഈ ഡ്രസ്സിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്, ഈ സ്വിങ്ങിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. സ്വിങ് പല രീതിയിലുണ്ട്, അതിന് പല വിധത്തിലുള്ള ചാർജുകളാണുള്ളത്. പിന്നെ ഇവിടെ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞ് സിപ്പ് ലൈൻ ഉണ്ട്. അങ്ങനെ ഇവിടെയുള്ള ആക്ടിവിറ്റീസിന് എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. അപ്പോൾ ഇത് 50,000 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് കിട്ടും. പിന്നെ ഇവിടെ ഇതുപോലുള്ള ഈ കാണുന്ന പോലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള അതല്ലാതെ വേറെ 50,000 ടിക്കറ്റിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഉള്ളത് 1.5 ലക്ഷം IDRൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൽ എന്തൊക്കെയായിട്ടെന്ന് വെച്ചാൽ ഇവർക്കൊരു ഡേ ക്ലബ്ബ് ഉണ്ട്. ക്രെറ്റ എന്നാണ് ഡേ ക്ലബിൻ്റെ പേര്. ഡേ ക്ലബ്ബിൽ സ്വിമ്മിംഗ് പൂളും ജാക്യൂസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം. അതുകൂടാതെ ഈ 1.5 ലക്ഷം പേ ചെയ്യുന്നതിന് നമുക്കൊരു ഡ്രിങ്ക് അവർ ഫ്രീ തരുന്നുണ്ട്. അതുകൂടാതെ ബാക്കി നമ്മളവിടെ എന്ത് പേ ചെയ്യുകയാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ബില്ലുണ്ട്. അതുകൂടാതെ അവിടെ ഒരുപാട് ബെഡൊക്കെ ഉണ്ട്. അതായത് ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം സ്പെൻഡിങ് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രെറ്റ എന്ന് പറയുന്ന ഡേ ക്ലബ്ബ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഡേ ക്ലബിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ഒരു ദിവസം വന്നിട്ട് വൈകിട്ട് വരെ നമുക്ക് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ക്ലബ്ബാണ്. ആക്ച്വലി നല്ല ഭംഗിയാണ് ഈ ക്രെറ്റ എന്ന് പറഞ്ഞ ഡേ ക്ലബ്ബ് കാണാനായിട്ട്. അപ്പോൾ ഈ ഉബൂദിൽ ഇവിടെ അലസ്ഹറൂമിൽ വന്നപ്പോൾ 2 കാര്യങ്ങളാണ് അവർ പ്രത്യേകം പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ റൈസ് ഫീൽഡ് നല്ല ഭംഗിയുള്ള റൈസ് ഫീൽഡാണ്. പക്ഷേ ഹാർവസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ ഫുൾ പച്ചപ്പായിരിക്കില്ല. അവർ ഈ സമയം എന്ന് പറയുന്നത് ഹാർവസ്റ്റിങ്ങിൻ്റെ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ പച്ചപ്പായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാലവർഷമൊക്കെ ആയതുകൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതായത് ഇൻ കേസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അവർ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറാൻ പറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് അവർ ടിക്കറ്റ് തന്നത്. അപ്പോൾ 1.5 ലക്ഷത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചത്. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തു പോകുന്നുണ്ട്. പിന്നെ റൈസ് ടെറസും അത്ര കാണാൻ അത്ര ഭംഗിയുള്ളതൊന്നുമല്ല, ഭൂരിഭാഗം വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചാൽ ജസ്റ്റ് വിസിറ്റിങ്ങിനുള്ള 50,000 IDRൻ്റെയാണ് ഈ അലസ്ഹറൂമിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള അത്ര വകുപ്പുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. 50,000 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്താണ്. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം കാണാൻ. നമ്മൾ 50,000 IDR മുടക്കി ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഒരുപാട് നടന്ന് കാണാനും ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിനെ പറ്റി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള എല്ലാ വകുപ്പുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 50,000 IDRൻ്റെ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ബ്ലൂ കളറിലെ ബാൻഡാണ് ഇവിടെ നിന്ന് അലസ്ഹറൂമിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 2 ബന്യമല വാട്ടർഫോളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എവിടെ പോയാലും ഇതുപോലെ കയ്യിലിടാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബ്ലൂ കളറിലുള്ളതാണ്. അപ്പോൾ നമ്മളിത് ആദ്യം ഇവിടെ കയറി നമുക്ക് ഇതെല്ലാം നടന്ന് കണ്ടു. അപ്പോഴാണ് നമ്മൾ ആ ക്രെറ്റ എന്നുള്ള നമ്മളുടെ ഡേ ബാറല്ല ഡേ ക്ലബ്ബ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് അന്നേരം കയറിയാൽ മതി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടിക്കറ്റ് എടുത്താൽ മതി. ഒരു 1 ലാഖിൻ്റെ അഡീഷണൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേ ക്ലബിൻ്റെ അകത്തേക്ക് കയറാം. പക്ഷേ അതിൽ നമുക്കവിടെ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ 1.5 ലക്ഷത്തിൻ്റെ ടിക്കറ്റ് എടുത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു ഡ്രിങ്ക് ഫ്രീ ഉണ്ട്. അത് ബിയറോ അല്ലെങ്കിൽ കോക്ടൈലോ മോക്ടൈലോ നമുക്ക് എന്തുവേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമേ തന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഡേ ക്ലബ്ബിൽ സ്വിമ്മിംഗ് പൂൾ ആക്സസിനുള്ള റേറ്റാണ് ഞാനീ പറഞ്ഞത്. സ്വിമ്മിംഗ് പൂളിലുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുള്ളതെന്ന് ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് ഏരിയ പോലെ തന്നെ കുടിവെള്ളം കടത്തിവിടില്ല. അപ്പോൾ കുടിവെള്ളം നമ്മളുടെ ഇത് ഓൾറെഡി സെക്യൂരിറ്റി ചെക്കിൽ മേടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് നല്ലോണം നടക്കാനുണ്ട്. ഇവിടെ ഒരു നല്ല വിസ്താരമുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് നടക്കാനും കുറേ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയെടുക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി നമ്മൾ ടയർഡാവുമ്പോൾ ഉള്ള വെള്ളം വാങ്ങാനുള്ള കാശും അഡീഷണൽ കയ്യിൽ കരുതുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ലൊരു ഏരിയയാണ്. നമുക്കൊരു ഉച്ച കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ടിൽ ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഡേ ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാം. കാരണം അവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമ്മൾ വൺസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും പൂൾ ആക്സസ് ചെയ്ത് അവിടെ കിടന്ന് അർമാദിക്കാം. പിന്നെ അവിടുത്തെ ഫുഡ് ആൻഡ് ബീവറേജസ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ
ജസ്റ്റ് ക്രെറ്റ ഉബൂദ് ബാലി എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ കിട്ടും. ബാക്കിയുള്ള ക്ലബ്ബുകളെ പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, അറിയാമല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ കൊള്ളാം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട് ഈ അലസ് ഹറൂം എന്ന് പറയുന്ന ഈ. അങ്ങനെ ഞങ്ങൾ അലസാറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ബാബി ഗൂലിംഗ് എന്നവരുള്ള ഒരു ബാലിനീസ് ട്രഡീഷണൽ ഡിഷ് ഞാൻ കണ്ടത്. വേറൊന്നുമല്ല, ഒരു പന്നിക്കുട്ടനെ നിർത്തി റോസ്റ്റ് ചെയ്തിരിക്കുന്നു. സാധാരണഗതിയിൽ 3 മുതൽ 6 മാസം പ്രായമുള്ള വളരെ ടെൻഡറായിട്ടുള്ള പന്നിക്കുട്ടന്മാരെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാറ്. ഇതിൻ്റെ സ്റ്റഫിംഗ് എന്ന് പറയുന്നത് ടേമറിക്, ജിഞ്ചർ, ഗാർലിക്, പിന്നെ ലെമൺ, ഷ്രിംപ് പേസ്റ്റ്, പിന്നെ ബാലിയിൽ തന്നെ കിട്ടുന്ന കുറേ കസാവ ലീവ്സ്, അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിരട്ടയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഏകദേശം 2 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുത്തിട്ടൊക്കെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആക്ച്വലി ഇത് വളരെയധികം കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡിഷും കൂടിയാണ്. ട്രഡീഷണലി ഇത് ടെമ്പിൾസിൽ അല്ലെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സെറിമണികൾക്കാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാറ്. കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടുകാരുടെ വകയായിട്ടായിരിക്കും ഈ പറയുന്ന ബാബി ഗൂലിംഗ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും കിട്ടുന്നതല്ല, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ബാലിനീസ് പീപ്പിൾ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇത് ഉബൂദിൽ അവൈലബിൾ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഉബൂദ് വളരെ ടൂറിസ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതുകൂടാതെ ഈ പറയുന്ന ഈ ബാബി ഗൂലിങ്ങിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ, സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ വില എന്നാണ് ആ കടക്കാരൻ എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഓരോരോ പാർട്ട്, ഓരോ ഭാഗങ്ങൾ വെച്ചിട്ട് പല രീതിയിലാണ് അവരുടെ മെനു വരുന്നത്. ഇത് വാങ്ങാനായി നല്ല ക്യൂ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്യൂ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് വാങ്ങാനായിട്ട്. ഇത് പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം തീരും. പിന്നെ നമ്മളടുത്ത പോലെ ഒരു തിക്കും തിരക്കുകളൊന്നുമില്ല, ദേഹത്തൊന്നും മുട്ടാതെയുള്ള ഒരു ആ രീതിയിലൊക്കെയാണ് ആളുകൾ ക്യൂ നിൽക്കുന്നത്. അതായത് ഇന്ത്യയിലെ ആളുകളെക്കാളും കുറച്ചുകൂടി സിവിക് സെൻസ് ഉള്ള ആളുകളാണ് ബാലിനീസ് പീപ്പിൾ എന്ന് എനിക്ക് മനസ്സിലായി. തൊട്ടടുത്ത് ഒരു ആ പിzzയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. 2 ചെറിയ കുട്ടികൾ നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ സ്കൂളും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈവനിങ് ഇവിടെ വന്ന് വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടികളുടെ ആ ഒരു പ്രയത്നം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഈ പിസ്സ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളൊരു സിമ്പതിയൊക്കെ തോന്നിയിട്ട് മേടിച്ചതാണ് പിസ്സ. പക്ഷേ ബി ഫ്രാങ്ക്, ആ പിസ്സ ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു. ഞങ്ങളുടെ ആ ദിവസത്തെ ഡിന്നർ കൊളോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ കുട്ടികളുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളൊരു അങ്ങനെയൊക്കെ കരുതാം, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അതായിരുന്നു ഈ പിസ്സയുടെ അവസ്ഥ. അപ്പോൾ ബാബി ഗൂലിംഗ് ഞങ്ങൾ ഏതായാലും ട്രൈ ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുകയാണെങ്കിലും അത് കഴിക്കാൻ ഒരിക്കലും തോന്നില്ലല്ലോ, അതായിരുന്നു. പക്ഷേ ബാലിനീസിൻ്റെ വളരെ ട്രഡീഷണൽ ആയിട്ടൊരു ഡിഷാണ്. നിങ്ങൾ വാലി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാബി ഗൂലിംഗ് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ആരെങ്കിലും ട്രൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റും ചെയ്യുക. അങ്ങനെ നടന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേറെയും കുറച്ച് കടകളൊക്കെ കണ്ടു. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു. ഒരു സാറ്റെ സ്റ്റിക്സ് ഒക്കെ വിൽക്കുന്ന, പിന്നെ ബാലിനീസ് ആയിട്ടുള്ള കുറച്ച് കറികളൊക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു അത്. അവിടെ നിന്ന് സാറ്റെ സ്റ്റിക്സും ഞങ്ങൾ പാർസൽ വാങ്ങി. Fried chicken sweet. Yeah, chicken sweet. Soya bean. This one? Soya bean. Soya bean. Yeah. This is Fried chicken lalapan. Ayam fried chicken lalapan. Yeah. And this is Balinese. Yeah, Balinese chicken tutum. Chicken tutum. Yeah. Smell? This. Mix. One and one. അങ്ങനെ അവിടെ നിന്നൊരു സാറ്റെ സ്റ്റിക്സും പിന്നെ ഞങ്ങളുടെ പിസ്സ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി. ഇത്രയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഡേ 4ൻ്റെ എക്സ്പെൻസ്. മൊത്തത്തിൽ എക്സ്പെൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാലി പോകുകയാണെന്നുണ്ടെങ്കിൽ ബാലിയിലെ കരിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മുടെ നാട്ടിലെ വിലയായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരു കരിക്കിന് 165 രൂപയുണ്ടാവും, പക്ഷേ ഏകദേശം 1.5 ലിറ്റർ വെള്ളം അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ട്രൈ ചെയ്യുക. ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളതെല്ലാം ഈ എൻട്രി ടിക്കറ്റാണ്. എൻട്രി ടിക്കറ്റ് എല്ലാം അറിയാം. ലഞ്ച് ഞങ്ങൾക്ക് 634 രൂപയായി. പിന്നെ സാറ്റെ സ്റ്റിക്സിൻ്റെ വിലയാണ് 165 രൂപ. പിന്നെ പിസ്സ 320. അതൊരു വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് കാശ് നഷ്ടമായിട്ടാണ് ആ പിസ്സ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പാർക്കിംഗ് ഫീസ് ഉണ്ടല്ലോ അവിടുത്തെ. പിന്നെ സ്റ്റേ 1122 രൂപയാണ് ആ സ്റ്റേ. ആ സ്റ്റേ വർത്താണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് ആ സ്റ്റേ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പെനോൾ ഹൗസിൽ തന്നെ താമസിക്കുക. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 1122 രൂപയ്ക്ക്. ഇറ്റ്സ് എ ബിഗ് ഗുഡ് ഡീൽ. പിന്നെ ഉള്ളത് ബൈക്ക് റെൻ്റാണ്. അന്നത്തെ ദിവസം ഫ്യൂവലിൻ്റെ വേറെ ആവശ്യമൊന്നും വന്നിരുന്നില്ല. തലേദിവസമായിരുന്നു ഫ്യൂവൽ ഫില്ല് ചെയ്തിരുന്നത്. അപ്പോൾ ബൈക്ക് റെൻ്റ് എന്ന് പറയുന്നത് 499 രൂപയാണ്. അപ്പോൾ 4307 രൂപ 2 പേർക്കാണ്. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എത്രയാണെന്നുള്ളത് മനസ്സിലാവും. സ്ഥലം ഇതോടുകൂടി ഞങ്ങളുടെ ഉബൂദ് ഇവിടെ തീരുകയാണ്. ഇനി ഉബൂദിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉബൂദ് ആർട്ട് മാർക്കറ്റ് 5 മണി വരെ ഉള്ളൂ. ഉബൂദ് സെൻട്രൽ 5 മണി വരെ ഉള്ളൂ. ഉബൂദ് പാലസ് 5 മണി വരെ ഉള്ളൂ, അല്ലെങ്കിൽ 6 മണി. ഉബൂദ് പാലസ് 6 മണി വരെ എന്ന് തോന്നുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ 5 അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഇവിടെ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. തിരിച്ച്
റൂമിൽ പോവുക. അതോടുകൂടി ഇന്ന് ഉബുദിനോട് ബൈ ആണ്. നാളെ ഞങ്ങൾ ഇവിടുന്ന് നേരെ സനൂർ എന്നുള്ള സ്ഥലത്തേക്ക് നുസാപ്പെനിഡയിലേക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. എങ്ങനെ നുസാപ്പെനിഡയിലേക്ക് ചീപ്പായിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് അവിടെ എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ ഷെയർ ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്.